അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ. നമുക്കെല്ലാവർക്കും സുപരിചിതനായ നമ്മുടെ പ്രിയപ്പെട്ട സാലിഹ് സാർ, മൂസ മൗലാനയുടെ വലം കൈയായ സാലിഹ് സാർ, ഐനുൽ മആരിഫ് പ്രിൻസിപ്പാൾ ഉസ്താദ് അനസ് ഉസ്താദിൻ്റെ വാപ്പയായ സാലിഹ് സാർ, അതുപോലെ തന്നെ നമ്മളെ കോട്ടക്കൽ മൂസ മൗലവിയുടെ പിതാവും കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, അദ്ദേഹം സാധാരണ പറയുന്ന ഒരു വാക്കാണ്, വലിയൊരു അർത്ഥമുള്ള വാക്കാണ്. എന്താണ്? ദുനിയാവ് നമ്മളോട് പറയുകയാണ്, മുജേ ബനായ തേരെ ലിയേ തൂ ന ബന്ന മേരെ ലിയേ അഗർ തൂ ബൻ ഗയാ മേരെ ലിയേ ജഹന്നം കടാ ഹെ തേരെ ലിയേ. നമ്മൾ മീൻ പിടിക്കാൻ പോകുമ്പോൾ ആ മീൻ പിടിക്കുന്ന സന്ദർഭത്തിൽ ചൂണ്ടയുടെ അഗ്രഭാഗത്തുള്ള ആ ഇര മീനോട് പറയാണ്, മുജേ പസായ തേരെ ലിയേ तू न पस ना मेरे लिए अगर तू पस गया मेरे लिए ऊपर कड़ा है तेरे लिए. मुझे बनाया तेरे लिए तू न बनना मेरे लिए अगर तू बन गया मेरे लिए जहन्नम खड़ा है तेरे लिए. അതായത് എന്നെ സൃഷ്ടിച്ചത് നിനക്ക് വേണ്ടിയാണ്. അദ്ദുനിയ ഖുലിഖലക്കും വഖുലിഖ്തും ലിൽആഖിറ. ദുനിയാവിനെ സൃഷ്ടിച്ചത് നമുക്ക് വേണ്ടിയാണ്, നമ്മൾ ദുനിയാവിൻ്റെ പിറകിൽ പോകാൻ വേണ്ടിയല്ല. അഗർ തൂ ബൻ ഗയാ മേരെ ലിയേ, അഥവാ നിന്റെ ജീവിതം, നിന്റെ ഈ വിലപ്പെട്ട ആയുസ് നീ ദുനിയാവിന് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ നഊദു ബില്ലാഹ്, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, ജഹന്നം ഖടാ ഹേ തേരെ ലിയേ, നിനക്ക് വേണ്ടി നരകം കാത്തിരിപ്പുണ്ട്. താങ്ങാൻ പറ്റാത്ത, സഹിക്കാൻ പറ്റാത്ത അതിഭയങ്കരമായ നരകം. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. അതിനുശേഷം മഹാനവറുകൾ പറയുകയാണ്, ഏതുപോലെ മത്സ്യത്തിനെ പിടിക്കാൻ വേണ്ടി ചൂണ്ടയിൽ ഇര കൊളുത്താറുണ്ട്. ആ ഇര മത്സ്യത്തോട് പറയുന്നുണ്ട്, മുജേ പസായ തേരേലിയെ, എന്നെ കുടിക്കിയത് നിനക്ക് വേണ്ടിയാണ്. മത്സ്യമേ, എന്നെ കുടിക്കിയത് നിനക്ക് വേണ്ടിയാണ്. അഗർ തൂ പസ് ഗയാ മേരേലിയെ, അഥവാ നീ എനിക്ക് വേണ്ടി കുടുങ്ങിക്കഴിഞ്ഞാൽ ഊപ്പർ കടാ ഹേ തേരേലിയെ, ഈ കടലിൻ്റെ അല്ലെങ്കിൽ ഈ പുഴയുടെ മുകളിൽ കരയിൽ ഒരാൾ കാത്തിരിപ്പുണ്ട്. അയാൾ പിടിച്ച് നിന്നെ അറുക്കും, കഷ്ണം കഷ്ണാക്കി നിന്നെ ഒന്നുമല്ലാത്ത അവസ്ഥയിലാക്കും. അതിനെ എണ്ണയിലിട്ട് തിളപ്പിച്ച് മുളക് കെട്ട് നിന്നെ ഒരുമാതിരി നിന്നെ കഷ്ടപ്പെടുത്തും. ഇതേപോലെയാണ് സഹോദര ദുനിയാവ് നമ്മളോട് പറയുന്നത്. അതിന് ദുനിയാവിൻ്റെ വഞ്ചനയിൽ, ദുനിയാവിൻ്റെ മോടിയിൽ കുടുങ്ങാതെ ആഖിറത്തിന് വേണ്ടി ഇനിയുള്ള ജീവിതമെങ്കിലും തൗബ ചെയ്ത് നിഷ്കളങ്കമായി മുടങ്ങിൻ നാഥൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ജിദ്ദയിൽ ജമാഅത്ത് വന്നപ്പോൾ നമ്മുടെ ഇസ്മായിൽ സാഹിബിൻ്റെ വീട്ടിൽ നിന്നും ഒരു ചെറിയൊരു പരിശ്രമത്തിൽ കൂടി പറഞ്ഞ വാക്കുകളാണ്. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ.